പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിനം വലിയൊരു അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും കൃപയുടെയും ദിനമായി തീരട്ടെ എന്ന് ശരിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഇന്ന് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് നേരിട്ട് വചനത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജെറമിയ 3:12. സ്വർഗത്തിൻ്റെ വലിയൊരു ക്ഷണമാണ്. നീ ഇക്കാര്യങ്ങൾ വടക്ക് ദിക്കിനോട് പ്രഖ്യാപിക്കുക. അതായത് എല്ലാ അതിർത്തികളോടും പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, അവിശ്വസ്തയായ ഇസ്രായേലേ തിരിച്ചു വരിക, ഞാൻ നിന്നോട് കോപിക്കില്ല. അതായത് ഞാൻ നിന്നെ വഴക്ക് പറയും, ശാസിക്കും, ശപിക്കും എന്ന് വിചാരിച്ച് നീ മടങ്ങി വരാതിരിക്കരുത്. അവിശ്വസ്തയായ ഇസ്രായേലേ നീ തിരിച്ചു വരിക, ഞാൻ നിന്നോട് കോപിക്കുകയില്ല. എന്നിട്ട് പറയാണ്, ഞാൻ കാരുണ്യവാനാണ്, ഞാൻ എന്നേക്കും കോപിക്കുകയില്ല, കർത്താവ് അരുൾ ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ദിനത്തിലെ ഒറ്റ കാര്യമാണ് ഈശോ നമ്മോട് പറയുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകാം. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, കർത്താവേ ഞങ്ങൾ എന്താ ചെയ്യാമെന്നറിയാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്ന മക്കളുണ്ടാകും. ഒറ്റ കാര്യമുള്ളൂ, യേശുവിൽ നിന്ന് എത്രമാത്രം അകന്നു എന്ന് നീ ചിന്തിക്കണം. യേശുവിലേക്ക് തിരിച്ചു വരുവാൻ ഞാൻ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണം എന്ന്, അല്ലയോ അപ്പൻ, അല്ലയോ അമ്മ, അല്ലയോ പുരോഹിതൻ, അല്ലയോ സിസ്റ്റർ, അല്ലയോ ശുശ്രൂഷകർ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് തീരുമാനമെടുക്കാം. ഇത് പറയുന്ന സമയം തന്നെ എന്നോട് ഈശോ കുറേ കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്. നീ തിരിച്ചു വരേണ്ട മേഖല സജു ഏതാണ് എന്ന് ഈശോ എന്നോടും പറയുന്നുണ്ട്. നമുക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാൻ സഹോദരങ്ങളെ. അവിശ്വസ്തനായ സജു തിരിച്ചു വരിക. ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ മതി. ഈശോ നിങ്ങളെല്ലാവരെയും ഈ ദിവസം അനുഗ്രഹിക്കും കേട്ടോ. നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് മുതൽ കർത്താവിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെയുണ്ട്. യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.